പാതിരാത്രിയിൽ നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തെരുവിൽ നായ്ക്കളുടെ യുദ്ധം കേൾക്കാം. ഇത്രയും ഭയങ്കരമായി കുരച്ച് ബഹളം കൂട്ടുന്നത് ടെറിട്ടറി ഫൈറ്റിന്റെ ഒരു പീസ് ഓഫ് വേർഷനാണ്. നമ്മുടെ ഏരിയയിലുള്ള ഒരു കൂട്ടം തെരുവ് നായ്ക്കളുടെ ഇടയിലേക്ക് വേറൊരു നായ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ടെറിട്ടറി ഫൈറ്റിന്റെ ഫുൾ വേർഷൻ കാണണമെങ്കിൽ അങ്ങ് ആഫ്രിക്കയിൽ പോകണം. സിംഹങ്ങൾ അവരുടെ പ്രദേശത്തേക്ക് കടക്കുന്ന സിംഹങ്ങളുമായി പൊതുവെ ശാരീരിക സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന ജീവികളാണ്. പ്രൈഡിലെ ആൺസിംഹങ്ങൾക്ക് അവരുടെ ഏരിയ ആധിപത്യം പുലർത്താൻ വേണ്ടി പെട്രോളിംഗ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. ഇത്തരത്തിൽ ടെറിട്ടറിയിൽ എപ്പോഴും ആധിപത്യം പുലർത്തുന്ന ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് കടുവ അല്പം വ്യത്യസ്തനാണ്. തങ്ങളുടെ ശരീരത്തിലുള്ള സുഗന്ധങ്ങൾ കൊണ്ടും വിഷ്വൽ അടയാളങ്ങളായ മരത്തിൽ പോറലേൽപ്പിക്കുക, നിലത്ത് അടയാളം പതിപ്പിക്കുക എന്നീ കാര്യങ്ങൾ കൊണ്ടും അവർ ടെറിട്ടറി അടയാളപ്പെടുത്തി വെക്കും. കടുവകൾ ഇണചേരുന്നതിനായി ചുറ്റും പെൺകടുവകളെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സിംഹങ്ങളെ പോലെ എല്ലാം ചേർന്നുള്ള ഒരു ടെറിട്ടറി വ്യവസ്ഥയല്ല. ഇണചേരാൻ വേണ്ടി മറ്റു കടുവകൾ ഈ ടെറിട്ടറിയിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ ഒരു ഭാഗികമായ പ്രവേശനം എല്ലാ കടുവകളുടെ ടെറിട്ടറിയിലേക്കും ഉണ്ടാകും. ഇണചേരാനല്ലാതെ ഒരു കടുവ ആധിപത്യം പുലർത്തുന്ന കടുവയുടെ പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ പൊതുവിൽ ആധിപത്യം പുലർത്തുന്ന കടുവയുടെ ശക്തി തിരിച്ചറിഞ്ഞ് ആ കടുവ പിന്മാറലാണ് പതിവ്. അല്ല എന്നുണ്ടെങ്കിൽ മുരണ്ടും ഗർജിച്ചും പിന്മാറൽ വേണമെന്ന് കടുവ ആവശ്യപ്പെടും. പൊതുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനം സാധാരണമാണ്. മാന്യമായി പിന്മാറുകയും ചെയ്യും. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ടെറിട്ടറി യുദ്ധങ്ങളിൽ ശാരീരിക സംഘട്ടനം കടുവകൾക്കിടയിൽ സംഭവിക്കുകയുള്ളൂ.